ഏവർക്കും ക്രാഫ്റ്റ് മല്ലുവിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഇവിടെ പുതിയ ആളാണെങ്കിൽ എന്റെ പേര് വിഷ്ണു. ഞാനൊരു പ്രൊഫഷണൽ പോലെ ഒരു മികച്ച സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാമെന്ന് ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു തുടക്കക്കാരനാകട്ടെ, പരിചയസമ്പന്നനായ ഒരു എക്സ്പീരിയൻസ് ട്രേഡറും ആകട്ടെ, ഈ വീഡിയോ നിങ്ങളുടെ ട്രേഡിംഗ് ആക്യുറസി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന അറിവുകൾ നിറഞ്ഞതാണ്. അതിനാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇടയ്ക്ക് വെച്ച് ഇട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഒരു പേനയും പേപ്പറും എടുത്ത് റെഡി ആയിരിക്കുക. ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്? സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡിംഗിലെ ഒരു അടിസ്ഥാന ആശയമാണ്. ഈ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസ് വരയ്ക്കാൻ അറിയാതെ ഒരാൾ ട്രേഡിംഗിൽ നിന്നും നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് എന്റെ ഒരു എക്സ്പീരിയൻസ് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവർക്കും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിൽ മാസ്റ്റർ ആകണം. ഒരു പ്രൈസ് ഒരു ഏത് ഏരിയയിൽ നിന്നും റിവേഴ്സ് ആവും, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് വർക്കാകുമോ, അല്ലെങ്കിൽ ഒരു ഡൗൺ ട്രെൻഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സപ്പോർട്ട് വർക്കാകുമോ, ഇത് എങ്ങനെ തിരിച്ചറിയാൻ കഴിയുന്നു? അതിനായിട്ട് നമ്മൾ സഹായിക്കുന്നത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോൺസുകളാണ്. അപ്പോൾ അത് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കുന്നതിന്റെ പലതായിട്ടുള്ള ഒരു ടെക്നിക്സ് ഉണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയാണ് ടെക്നിക്സ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള റിജക്ഷനുകളെ കവർ ചെയ്തിരുന്ന മാക്സിമം ആളുകൾ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരച്ചുകൊണ്ടിരുന്നത്. ബട്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല ആക്ച്വൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. എങ്ങനെ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് വരയ്ക്കണം എന്ന് ഞാൻ വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുന്നേ തന്നെ പറയുന്നതാണ്. നമ്മൾ പഴയ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിരുന്നത്? സാധാരണ ഒരു റീറ്റെയിലർ ട്രേഡർ എന്തൊക്കെയാണ് ചെക്ക് ചെയ്തിരുന്നത്? ഒരു വലിയ ഉയർച്ചയുടെ താഴ്ചക്കായി നോക്കുക. അതായത് ഒരു മാർക്കറ്റ് നല്ല രീതിയിൽ മൂവ് ആയതിനു ശേഷം, ഒരു അപ്സൈഡിലോട്ട് മൂവ് ആയതിനു ശേഷം, എക്സാമ്പിൾ നോക്കാം, മാർക്കറ്റ് ഇവിടെ നിന്നും നല്ല രീതിയിൽ മൂവ് ആയതിനു ശേഷം, അല്ലെങ്കിൽ അതുപോലെ ഇതേപോലെ നല്ല താഴത്തോട്ട് വന്നതിന് ശേഷം, അപ്പൊ ഇത് മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടെ ഒരു ഡിമാൻഡ് സോൺ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് ഇവിടെ ഒരു സപ്ലൈ സോൺ ക്രിയേറ്റ് ചെയ്തു. ഒന്ന് രണ്ട് ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. മാർക്കറ്റ് ഇവിടെ നിന്നും ഈ ഏരിയയിൽ നിന്നും നല്ല രീതിയിൽ മുകളിലോട്ട് പോയി, അതേപോലെ തന്നെ മാർക്കറ്റ് ആ ഏരിയയിൽ നിന്ന് തിരിച്ച് താഴത്ത് വന്നു. അപ്പോൾ ഈ ഏരിയയിൽ എത്തുമ്പോൾ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുമോ, തിരിച്ച് ഈ ഏരിയയിൽ എത്തുമ്പോൾ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുമോ? എല്ലാ ട്രേഡേഴ്സിനും വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും എന്തെടുക്കും? എല്ലാവരെയും റീറ്റെയിലേഴ്സിനെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? റീറ്റെയിലേഴ്സിനെ പഠിപ്പിച്ചിരിക്കുന്നത് എക്സാക്ട് റെസിസ്റ്റൻസിലെത്തുമ്പോൾ സെല്ല് ചെയ്യുക, എക്സാക്ട് സപ്പോർട്ടിലെത്തുമ്പോൾ ബൈ ചെയ്യുക. എല്ലാവരുടെ കോഴ്സിലും യൂട്യൂബിലും എല്ലായിടത്തും അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ബേസിക് ആയിട്ട് എല്ലാവരും പഠിച്ചിരിക്കുന്ന ആരാണ്. ബട്ട് മാർക്കറ്റ് എല്ലാവരും ചെയ്യുന്നത് പോലെയല്ല മാർക്കറ്റ് വർക്ക് ആവുന്നത്. മാർക്കറ്റ് മേക്കേഴ്സ് ആക്ച്വലി എങ്ങനെ ട്രേഡ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. സോ എല്ലാവരും എങ്ങനെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വലിയ ഉയർച്ച താഴ്ചകൾക്കായി എല്ലാവരും നോക്കുന്നു. ഒന്നിലധികം ടച്ച് പോയിന്റുകൾ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. സ്ഥിരീകരണത്തിന് സാങ്കേതിക സൂചകങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. എന്താണ് സാങ്കേതിക സൂചകങ്ങൾ? ഇൻഡിക്കേറ്റേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും അനാലിസിസ്. ഓക്കെ, ഇതൊക്കെയാണ് സാധാരണ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന കാര്യം. ബട്ട് സാധാരണ റീറ്റെയിലേഴ്സ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഒന്ന് രണ്ട് സപ്പോർട്ട്സ് ഒന്ന് വരച്ച് നോക്കാം. സാധാരണ നേരത്തെ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു വരച്ചിരുന്നത്. മാർക്കറ്റിൽ ഇതൊരു റെസിസ്റ്റൻസ്, ഈ ഒരു സോൺസ്, അതിന്റെ തൊട്ടടുത്തൊരു വീക്ക്. ഇതിനെ മാർക്കറ്റ് റെസിസ്റ്റൻസ് എടുക്കുന്നു, ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കുന്നു, റെസിസ്റ്റൻസ് ഈ ഏരിയയിലും സെല് ചെയ്യുന്നു. ബട്ട് എന്താണ് സംഭവിച്ചത്? മാർക്കറ്റ് അവരെ റിമൂവ് ചെയ്ത് മുകളിലോട്ട് പോകുന്നു. എന്ത് സംഭവിച്ചു? മാർക്കറ്റിൽ ഇവിടെ വന്ന് സെല്ല് ചെയ്തു, തിരിച്ച് അതേ ഏരിയയിൽ എത്തിയപ്പോൾ സെല്ല് ചെയ്ത റീറ്റെയിലർക്ക് എന്ത് സംഭവിച്ചു? റീറ്റെയിലേഴ്സിനെ മാർക്കറ്റ് മുകളിലോട്ട് കൊണ്ടുപോയി. ഓക്കെ, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്താവും? ആക്ട് ആസ് എ സപ്പോർട്ട്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ തിരിച്ചെത്തിയത് എക്സാക്ട് ആ സപ്പോർട്ട് സോണിൽ എത്തിയത് മാർക്കറ്റിന് മുകളിലോട്ട് പോയി. ഓക്കെ, ഇറ്റ്സ് എ ക്ലിയർ സപ്പോർട്ട് എടുത്തു. ബട്ട് മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മാർക്കറ്റ് മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ ഉപയോഗിക്കുന്ന സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസും മാറണം. ഓക്കെ, നമ്മൾ ആ പഴയ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിന്റെ എഡ്ജുകളെ അല്ലെങ്കിൽ വിക്കുകളെ കണക്ട് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്തിരുന്നാൽ നമ്മൾക്ക് ട്രേഡിംഗ് ആക്യുറസി കുറയുകയുള്ളൂ. നമ്മൾ മാക്സിമം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ യൂസ് ചെയ്യേണ്ട ടൈം ഫ്രെയിം ഏതൊക്കെയാണ്? 3 മിനിറ്റ്, 15 മിനിറ്റ്. ചെക്ക് ചെയ്യേണ്ട ടൈം ഫ്രെയിം ഏതൊക്കെയാണ്? ഇൻട്രാഡേ ട്രേഡിംഗിന് ചെയ്യാനാണെങ്കിൽ, ഒരു പൊസിഷണൽ ട്രേഡിംഗിൽ, അതായത് ഒന്നോ രണ്ടോ ഒരാഴ്ചക്കുള്ളിലോ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ 3 മിനിറ്റും 15 മിനിറ്റും യൂസ് ചെയ്യുക. അതിൽ കൂടുതൽ ഒരു പൊസിഷനായിട്ട് സ്റ്റോക്സിലൊക്കെ ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ വലിയ ടൈം ഫ്രെയിം 15 മിനിറ്റ്, 1 അവർ ഡേ ടൈം ഫ്രെയിമിലൊക്കെ ചെക്ക് ചെയ്യുക. ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ബൈങ് ആയത് മൊമെന്റം ട്രേഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് 3 മിനിറ്റ് 15 മിനിറ്റ് ആണ്. അപ്പൊ എങ്ങനെ ഒരു പെർഫെക്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് വരയ്ക്കാൻ പറ്റും? അതിനായിട്ട് ചെയ്യേണ്ടത് ഒരു മൂവ്, അത് അപ്സൈഡിലോട്ടായിക്കോട്ടെ ഡൗൺ സൈഡിലോട്ടായിക്കോട്ടെ, അറ്റ്ലീസ്റ്റ് 300 to 400. എത്ര പോയിന്റ്? 300 to 400 പോയിന്റ്.
ഓക്കെ, 300 to 400 പോയിന്റിന്റെ മൂവ് വന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞൊരു 300-400 പോയിന്റിന്റെ മൂവ്, ആ മൂവ് വന്നതിന് തൊട്ടു മുന്നിലത്തെ ഒരു ഡൗൺ സൈഡിലോട്ടുള്ള മൂവ് ആണെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ ആ മൂവ് വരുന്നതിന് റെസിസ്റ്റൻസ് എങ്ങനെ വർക്ക് ആകും എന്നും നമ്മൾ ഒന്ന് ചിന്തിക്കുക. ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇപ്പൊ ഈ ഒരു റെസിസ്റ്റൻസ് സപ്ലൈ സോൺ ആണ്. മാർക്കറ്റ് എക്സാക്റ്റ് സപ്ലൈ സോണിൽ എത്തിയതും തിരിച്ചു വന്ന എന്താണ്, ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് ഉണ്ടാക്കിയത്. നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് അതിന് മുന്നിലത്തെ വോളിയമാണ്. അവിടുത്തെ വോളിയം റൈസിംഗ് ആണെങ്കിൽ മാർക്കറ്റിൽ ശ്രദ്ധിക്കുക, സെൽ സൈഡിലെ വോളിയം റൈസിംഗ് ആണ്, ബൈ സൈഡിലെ വോളിയം ഡിക്ലൈനും ആകണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാക്റ്റ് മാർക്കറ്റ് റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സെൽ കണ്ടിന്യൂ താഴത്തോട്ട് വരാൻ സാധ്യത കൂടുതലായിരിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ സെൽ സൈഡിലെ വോളിയം കൂടുതലായിരിക്കണം. ബാക്കില് നിങ്ങൾ ജസ്റ്റ് ബാക്ക് ചെക്ക് ചെയ്യുക, സെൽ സൈഡിലെ വോളിയം കൂടുതലായിരിക്കണം, ബൈ സൈഡിലെ വോളിയം കുറവായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അത് അവിടുന്ന് ക്ലിയർ റെസിസ്റ്റൻസ് എടുത്ത് താഴ്ത്തു വരാൻ സാധ്യതയുണ്ട്. അതിനു മുന്നേ തന്നെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് പറയും, മാർക്കറ്റ് റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്താൽ അത് താഴത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. താഴത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് കണ്ടിന്യൂ താഴത്ത് വരാൻ സാധ്യത ഉണ്ടാകും. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ആ റെസിസ്റ്റൻസിൽ എത്തിയതിനു ശേഷം റെസിസ്റ്റൻസ് എടുത്ത് താഴത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്യും. മാർക്കറ്റ് ഒരിക്കലും പിന്നെയും ആ റെസിസ്റ്റൻസിന്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഈ റെസിസ്റ്റൻസിനെ മാർക്കറ്റ് കണ്ടിന്യൂ മൾട്ടിപ്പിൾ ടൈം റെസിസ്റ്റൻസിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ഏരിയയിലുള്ള ട്രാപ്പിങ്ങും ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത ട്രാപ്പിംഗും ഉണ്ടാകാം, അതർവൈസ് മേലോട്ട് പോകും. ഈ ട്രാപ്പിംഗ് അഡ്വാൻസ് ലെവലായിട്ട് ഞാൻ എന്റെ നിരവധി വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ വീഡിയോ എന്റെ ചാനലിൽ കയറി നോക്കുക. ഓക്കെ, ഇനി മാർക്കറ്റ് ആ സപ്പോർട്ട് സോണിലെത്തി നോക്കുക. മാർക്കറ്റ് ആ സപ്പോർട്ട് സോണിലെത്തി. ഇവിടെ നോക്കുക നിങ്ങൾ, മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ ആക്ട് ആസ് സപ്പോർട്ട് എന്നല്ലേ. മാർക്കറ്റ് എന്താ ചെയ്തത്, തിരിച്ച് ആ സപ്പോർട്ടിലെത്തി. നോക്കുക, ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം എന്താണ്, ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് ഇവിടെ സപ്പോർട്ടിലെത്തിയപ്പോൾ മാർക്കറ്റ് റിജക്ഷൻ ആണ് തന്നത്. മാർക്കറ്റ് പിന്നെ ഈ ഏരിയയിലോട്ട് വന്നിട്ടില്ല, അതിന് മുകളിൽ, അതായത് ഈ സപ്പോർട്ട് സോണിൽ എത്തിയിട്ടില്ല, അതിന് മുകളിലെ റിജക്ഷൻ എടുത്തും കണ്ടിന്യൂ മുകളിലോട്ട് പോകുകയായി. അപ്പൊ ഈ ഒരു സപ്പോർട്ട് സോൺ മാർക്കറ്റിന് മൂവ് ആകണമെന്നുണ്ടെങ്കിൽ എക്സാക്ട് സപ്പോർട്ട് സോണിൽ എത്തിയാൽ, ഓക്കെ, മാർക്കറ്റ് എക്സാക്ട് സപ്പോർട്ട് സോണിൽ എത്തിയാൽ അവിടെ ടൈം പാസ് ചെയ്തില്ല, ക്വിക്കായിട്ട് മേലോട്ട് പോകും. ക്വിക്കായിട്ട് മേലോട്ട് അല്ലെ മുകളിലത്തെ ഏരിയ തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതിനുശേഷം ഈ ഏരിയയിൽ നോക്കുക, സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടാണ് മാർക്കറ്റ് പിന്നെയും ഫസ്റ്റ് ടൈം ഈ സപ്പോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ഫസ്റ്റ് ടൈം മാർക്കറ്റ് സപ്പോർട്ടിനെ അപ്രോച്ച് ചെയ്യാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞത് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്, വോളിയം ഫസ്റ്റ് ചെക്ക് ചെയ്യുക. വോളിയം ഇവിടെ വോളിയം ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ബൈ സൈഡിലെ വോളിയം കൂടുതലായിരിക്കണം, റൈസിംഗ് ആയിരിക്കണം, സെൽ സൈഡിലെ വോളിയം ഡിക്ലൈനും ആയിരിക്കണം. ഓക്കെ, അത് നോട്ട് ചെയ്യുക. മാർക്കറ്റ് ആ സപ്പോർട്ടിന് പിന്നെ അപ്രോച്ച് ചെയ്യാം. അപ്രോച്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്, മാർക്കറ്റ് എൻഗൾഫിംഗ് തരുന്നു, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാന്നുണ്ട്. ടൈം ഇവിടെ ഈ ഏരിയയിൽ ടൈം പാസ് ചെയ്തില്ല, മുകളിൽ തന്നെ പെട്ടെന്ന് തന്നെ മുന്നോട്ട് പോയി എന്ന് ചെയ്തു. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. അതിനുശേഷം ഈ സപ്പോർട്ടിൽ പിന്നെയും തിരിച്ച് മാർക്കറ്റ് വരികയാണ്. സപ്പോർട്ടിൽ തിരിച്ച് മാർക്കറ്റ് വരികയാണ്. എന്താണ് സംഭവിച്ചത്, ഇതിനെ ബ്രേക്ക് ചെയ്ത് എന്ത് സംഭവിച്ചു, മാർക്കറ്റ് പിന്നെയും ക്വിക്കായിട്ട് മുകളിലോട്ട് മൂവ് ആകുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലാക്കിയാണ് മാർക്കറ്റ് മേക്കേഴ്സ് എങ്ങനെയാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ജസ്റ്റ് വേറെ സ്ഥലത്തെ 1-2 സപ്പോർട്ട് സോൺ റെസിസ്റ്റൻസ് സോൺ കൂടി മാർക്ക് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഒരു മൂവ് വന്നാണ്. അപ്പൊ ഇതിന്റെ ലോ ടു ഹൈ. ഓക്കെ, എന്താ സംഭവിച്ചത്, റെസിസ്റ്റൻസ് എടുക്കുന്നു, ബട്ട് അതിനെ ബ്രേക്ക് ചെയ്തും താഴത്ത് വരികയാണ് ചെയ്യുന്നത്. നോക്കുക, ഉദാഹരണം തിരിച്ച് പിന്നെ ആ റെസിസ്റ്റൻസിലെത്തുന്നു, മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുന്നു, അവരെ റിമൂവ് ചെയ്യുന്നു, അതിനുശേഷം കണ്ടിന്യൂ മുകളിലോട്ട് പോകും. ഇതൊക്കെ അഡ്വാൻസ് ലെവൽ ട്രാപ്പ് ട്രേഡിംഗ് സീക്രട്സ് ആണ്. ഓക്കെ, അടുത്തൊരു സപ്പോർട്ട് സോൺ വരയ്ക്കണം. നമുക്ക് നോക്കാം, ഇതൊരു വലിയൊരു മൂവ് തന്ന ഒരു ഏരിയയാണ്. ഇതിന്റെ ഈ ചെറിയ ക്യാൻഡിൽ കേട്ടോ, ഈ ചെറിയ ക്യാൻഡിലിന്റെ ഒരു
നല്ലൊരു സപ്പോർട്ട് സോണാണ്. മാർക്കറ്റ് അവിടെ നിന്ന് മൂവായി. തിരിച്ച മാർക്കറ്റ് ആ ഏരിയയിൽ എത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. മാർക്കറ്റ് ഈ ഏരിയയിൽ ഇനി എത്തുമ്പോൾ നോക്കേണ്ടത് ബൈ സൈഡിലെ വോളിയം കൂടുതലാണോ എന്ന് നോക്കുക. ബൈ സൈഡിലെ വോളിയം സെൽ സൈഡിനെ അപേക്ഷിച്ച് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ ഈ സപ്പോർട്ട് എടുക്കുക. അതർവൈസ് സപ്പോർട്ട് എടുത്തതിന് ശേഷം മാർക്കറ്റ് ആ ഏരിയ ടൈം പാസ് ചെയ്യണമെങ്കിൽ അത് ബ്രേക്ക് ചെയ്ത് അടുത്ത് വന്നതിന് ശേഷം മേലോട്ട് പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. 1-2 സപ്പോർട്ട് ഇന്നത്തെ ഒരു മാർക്കറ്റിന്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി മാർക്ക് ചെയ്യാൻ ഞാൻ മാർക്കറ്റ് ഇവിടെ ഈ ലോ ടു ഹൈ. ഓക്കെ, അതിനുശേഷം വേറൊരു റെസിസ്റ്റൻസും കൂടി എടുത്തിട്ടുണ്ട്. ഈ ലോ ടു ഈ ഹൈ മൾട്ടിപ്പിൾ ടൈം കണ്ടോ. മാർക്കറ്റ് ഇവിടെ ചെയ്ത് നോക്കുക നിങ്ങൾ. മാർക്കറ്റ് ആ തിരിച്ച റെസിസ്റ്റൻസിലെത്തിയതും തിരിച്ച് താഴത്ത് തന്നെ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങി. സോ മാർക്കറ്റ് താഴത്ത് തന്നെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും റെസിസ്റ്റൻസിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് റെസിസ്റ്റൻസ് എടുക്കും അല്ലെങ്കിൽ സപ്പോർട്ടിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ സപ്പോർട്ട് എടുക്കുമെന്ന്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ ലൈക്ക് ബട്ടൺ അമർത്തുന്നത് ഉറപ്പാക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഏവർക്കും നന്ദി, നമസ്കാരം.